ഒരുണ്ടാക്കി ബിൽഡപ്പൊക്കെ മറ്റോ വന്നാണ് കൊളാക്കി. എന്താ പറയുന്നത്? എന്റെ മനസ്സിലാക്കിയത് ചിക്കൻ കറി എന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എക്സ്പ്രഷൻ കിട്ടിയിട്ട് കിട്ടണ ഇങ്ങനെ കഴിച്ചായി ഏനുണ്ട് തഞ്ചാവൂർ എത്തിയിട്ട് ഫസ്റ്റ് ചായ എങ്ങനെയുണ്ട്? അത് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക്. എങ്ങനെയുണ്ട് മണി ഫസ്റ്റ് ട്രെയിൻ യാത്ര? ഈ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ് വന്നിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി? ആദ്യമായിട്ടാണ് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ് വന്നിട്ട് എത്ര കൊല്ലായി? കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പക്ഷെ ആ മുനിസിപ്പാലിറ്റി അല്ലേ പഞ്ചായത്ത്? കോർപ്പറേഷൻ അതന്നെ ഉണ്ട് ഒരു പാലസ് വരെ. പക്ഷെ ഇങ്ങനെ വണ്ടി ആ താഴത്തു നിന്ന് ഇങ്ങനെ പോകും. വേദയാണോ? വേദാന്നോ ഓനെ പെണ്ണുങ്ങൾ പേര്. എവ്വളോ? 1036 வருஷம். നിങ്ങൾ ഇന്നലെ പറഞ്ഞേ മേലെ മേലെ എപ്പടിക്കും புன்னலூர் மாரியம்மன் இருக்கு. புன்னலூர் மாரியம்மன் 8 கிலோமீட்டர். 8 கிலோமீட்டர். அதுதான் பெரிய புண்ணியமே இந்து கலாச்சாரத்தை. மதுரை, திருச்சி சமயபுரம், மதுரை மீனாட்சி, அதெல்லாம் பவர் தாண்டி புன்னலூர் மாரியம்மன். எவ்வளவு கிலோமீட்டர்? அதை தொட்டு கும்பிட்டு வயா எடுத்தாலும் வச்சுங்க. வயநாடுனா 8 மாதம் ஒரு மூட்டைக்கு ஒரு மாதம் 8 மூட்டை வரும். அந்த கோயிலை கும்பிட்டு சாமி வச்சானா 12 மூட்டை இல்லை வரும். யானை வச்சு போர் அடிச்சது அந்த இது ஆளாலும் அடிக்க முடியாது. ஆனை அடிக்கும் நெல்ல கதை. எஸ்பி ஆஃபீஸ் போலீஸ் ஆப்போசிட்ல மியூசியம். இந்த ரூம்ல இருந்து ஏழா வந்தா டெம்பிள். அதுல ஏழா போனாங்க ரைட்டில் ஜங்ஷன். கீழே எடுத்துட்டு விழுந்தீங்க பஸ் ஸ்டாண்டு சென்ட்ரல் பிளேஸ்.
சென்ட்ரல் பிளேஸில் வந்து ஆட்டுக்கறி பிரியாணி, கோழி பிரியாணி, ஆட்டுக்கறி பிரியாணி எல்லாம் உண்டு. இங்கே தஞ்சாவூரில் வந்து 80% திறந்துட்டாங்க நிறைய. ஏன்னா அக்ரார் அதிகம், பிராமின்ஸ் அதிகம், ക്രിസ്ത്യൻ ബ്രാഹ്മിൻസ് അധികം തഞ്ചാവൂർ. നല്ല ദോശയും വടയും. അണ്ണാച്ചിപ്പം കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. അണ്ണാച്ചി നമ്മളെ മൈൻഡേ ഇല്ല, മലയാളിയായിട്ടാ തോന്നുന്നത്, കന്നഡയൊക്കെ കണ്ടിട്ടാ തോന്നുന്നത്. ഏതായാലും കണ്ണില് വെക്കാം. അതായിരിക്കും വരാത്ത ഒരു മൈൻഡേ ഇല്ല. കുരുമുളക് അടിച്ച് പൊങ്കൽ കൊള്ളാട്ടോ. പൊങ്കൽ എങ്ങനെയുണ്ട്? കൊള്ളാം. നാട്ടിൽ എന്തോ ഒരു സാധനമായിട്ട് ടേസ്റ്റ് എന്തായിട്ടില്ല. ചക്കക്കൂട്ടാണ് കുരുമുളക് ചക്കക്കൂട്ടാൻ കൊള്ളാം. കുഞ്ഞിനെ മറ്റേതാണല്ലോ വെള്ളം പറ്റും. കാപ്പി ലൈറ്റ് പോലെ രാവിലത്തെ ഭയങ്കര അടിപൊളി, സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് ടൈം പൊങ്കൽ, ഫസ്റ്റ് ടൈം ഇതാ പൊങ്കല്. അതേപോലെ പൂരി, കുറച്ച് ചട്നി എടുക്കുക, വൈറ്റ് ചട്നി, പിന്നെ കുറച്ച് ഇതുപോലെ ടൊമാറ്റോ. സൂപ്പർ. കുഴപ്പമില്ല, അത് ചൂട്, അത് കുരുമുളകിന്റെ ഒക്കെ എടുത്താണ്. ഇവിടെ ബാജി ഉണ്ട്, ബാജി. இந்த மசாலா ரொம்ப நல்லா இருக்கு. ஆனா ஃபர்ஸ்ட் டைம் ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് തഞ്ചാവൂരാണ്. ഇനി കുംഭകോണത്തേക്ക് പോവാണ്. ഓക്കെ, വരൂ, കമോൺ. ഹലോ ഗൈസ്, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വേലികൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഉള്ള പഴയ വേലിയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. അതായത് ഈ ഇല്ലിമുള ഉണ്ടല്ലോ, ഇല്ലിമുള എന്ന് പറയും, നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ ബാമ്പു. അപ്പൊ അതിന്റെ ഈ എന്താ പറയാ ചെറിയ ചെറിയ സാധനങ്ങൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് വിലങ്ങനെ അത് കൊടുത്തിട്ട്, അപ്പൊ ഇത് ഭയങ്കര ഉറപ്പാണ്. നമ്മൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇത് വ്യാപകമായിട്ട് കാണുന്നുണ്ട്, പല വീടുകൾക്കകത്തും. ഒന്നുങ്ങൾ നോക്കി, വളരെ കോസ്റ്റ് കുറവായിട്ടുള്ള സാധനമാണ്. അവരുടെ നാട്ടിൽ തന്നെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പൊ ഇത്തരത്തിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് ശരിക്കും തമിഴ്നാട്ടിന്റെ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ തമിഴ്നാട്ടിന്റെ ഗ്രാമങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സന്ദർശിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. തമിഴ്നാട്ടിനകത്ത്, നമ്മളെ തഞ്ചാവൂരിനകത്ത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വാമിമല, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്വാമിമലയാണ്. സ്വാമിമല ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്വാമിമലയ്ക്ക് പോകാം. അപ്പൊ നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ പെരിയ കോവിലാണ്. അപ്പൊ ഞങ്ങളൊരു ചായ അടിച്ചിട്ട് എല്ലാം അങ്ങോട്ട് നിക്കാൻ നോക്കാണ്. നല്ല വെയിലായോണ്ടാണ് കണ്ണട വെച്ചേ, അല്ലെ കണ്ണട വെക്കൂലയും. ഇവിടുന്ന് ഒരു 500 മീറ്റർ ആണ് കണ്ടേ. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ കയറേണ്ടി വരും. ഇവിടെ ഗ്യാപ്പില്ലേ, പെരിയ കോവിലേക്ക് 400 മീറ്ററും കൂടി ഉണ്ടാവും വിചാരിക്കുന്നത്. അണ്ണാച്ചി തന്നെ മഞ്ഞ പൂവുണ്ട് കയ്യില്. ഇപ്പൊ 4:45 ഇപ്പം കറക്റ്റ് ടൈം. നമ്മളൊരു 5 മണിയാകുമ്പോ പെരിയ കോവിലെത്തും. അപ്പോ എത്തി പോയാ പോയി.
നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലേ ഈ ബൊമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇത് ചെയ്യും, ആടി കളിക്കും. തഞ്ചാവൂർ ബൊമ്മ നമുക്ക് അവിടെ പോയി എന്തായാലും വാങ്ങണം. തഞ്ചാവൂർ ബൊമ്മ. നമ്മളിപ്പോ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? യെസ്, പെരിയ കോവിൽ ബൃഹദേശ്വര ക്ഷേത്രം അല്ലെ. ഏറ്റവും നമ്മള് തമിഴ്നാട്ടിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ, തഞ്ചാവൂർ ഫേമസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജരാജേശ്വര ക്ഷേത്രം തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കാണാം അല്ലെ. നമ്മളിപ്പോ ബൃഹദേശ്വര ക്ഷേത്രം എത്തിയിട്ടുണ്ട്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവേശന കവാടമാണ്. ഏകദേശം ഒരു 5 നിലകളിലുള്ളതാണ് പ്രവേശന കവാടം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, 5 പ്രധാനപ്പെട്ട നിലകളിലാണ്. അപ്പം ഇതിലോടുകൂടിയാണ് നമ്മൾ അകത്തേക്ക് കടക്കാൻ പോകുന്നത്. ഇനി അകത്തേക്ക് കടന്നു കഴിഞ്ഞാലാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. ചോളന്മാരുടെ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 11-12 നൂറ്റാണ്ടിനകത്തൊക്കെയാണ് രാജരാജ ചോളൻ നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇതിന്റെ പ്രവേശന കവാടമാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ് പ്രവേശന കവാടം. അതായത് 5 നിലകളിലായിട്ടാണ് പ്രവേശന കവാടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലുകൊണ്ടാണ്. ഒരൊറ്റ തരി സിമെന്റ് ഒന്നും തന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എത്ര വർഷം മുമ്പാണ് ഇത്രയും കല്ലുകൾ കൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം പ്രഗത്ഭന്മാരായിട്ട് ആലോചിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളിനകത്ത് കാണാനുണ്ട്. ആദ്യം തന്നെ ഇതിനകത്തുള്ള ഒരു സ്ട്രക്ചർ, നിങ്ങൾക്ക് ഇതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നിഴലില്ലാത്ത, നിങ്ങൾ ആലോചിക്കുക, നിഴലില്ലാത്ത കെട്ടിടത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. നിഴല് കാണാത്ത ഒരു കെട്ടിടത്തിനെ കുറിച്ച് അത് ഇതിനുള്ളിനകത്തുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയി കാണാം. ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തത്. ഇതിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഈ സ്കെച്ച് കറക്റ്റ് ആയിട്ട് നമുക്കുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഈ പ്രവേശന കവാടം കയറിയതാ ഇതിന്റെ മുൻപിൽ. ഇതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ 5 നിലയുള്ള പ്രവേശന കവാടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഇനിയും ഒരുപാട് പ്രവേശന കവാടം ഒന്നുകൂടി നമുക്ക് മറികടക്കാനുണ്ട്. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ളിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോകാം. ഇവിടെ ഫുള്ള് പെയ്ഡാണ്. ആ സഞ്ചില് സാധനം എടുത്ത് വെച്ചിട്ട് അവിടുന്ന് ടോക്കൺ വാങ്ങി എടുക്കണം. അല്ലേല് പോകുന്നേരം ചെരുപ്പിന്റെ വള്ളി മാത്രമേ കിട്ടൂ. നമ്മളെ കവറ് കിട്ടുന്ന ഒരു ഭാഗ്യവാനാണ്. ഒരു ഷൂ ഉണ്ട്, 3 ഉറുപ്പിന്റെ 2 ഷൂ, 3 ഉറുപ്പിന്റെ ചെരുപ്പ്, അങ്ങനെ നല്ല ഒരു 10 ഉറുപ്പിന്റെ അടുത്തുണ്ട്. കിട്ടുന്നവർ എന്തായാലും ഗോൾ അടിച്ച്. നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വണ്ണാണ് ഒരു നന്ദി പ്രതിമ. അതായത് ഒരു ഒറ്റക്കല്ലിലാണ് അതുള്ളത്. ഒരു നന്ദി പ്രതിമ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലേക്കാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അതിൻ്റെ ആ സൈഡിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇതേ ദ്രവീഡിയൻ സ്റ്റൈലാണ്. ദ്രവീഡിയൻ സ്റ്റൈല്, അതായത് പണ്ട് ചോളന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ ഒരു വാസ്തുവിദ്യാ രീതിയാണ് ദ്രവീഡിയൻ സ്റ്റൈല്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫുള്ള് കല്ല്. അന്നത്തെ കാലത്ത് ടെമ്പിൾസ് ഒക്കെ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിന്റെ നിലയിൽ ഏറ്റവും ടോപ്പ് കണ്ടോ, വാളി കണ്ടോ, വാളി ഏറ്റവും ടോപ്പ് കണ്ടങ്ങൾ വാളിമുഖം, അതൊരു വാളിമുഖം. അതുപോലെ തന്നെ ഇതിൽ കയറി വരുന്ന നമ്മളൊരു പ്രവേശന കവാടം കണ്ടു. പിന്നെ ഇതിനകത്ത് കുറെ ദേവീദേവന്മാര്, പുരാണങ്ങളിലൊക്കെ കാണുന്ന കുറെ ദേവീദേവന്മാരുടെ ചിത്രങ്ങള്, പിന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഈ ചില മൃഗങ്ങള്, പക്ഷികള്, ഇതൊക്കെയാണ് ഇതിന്റെ കൊത്തുപണികളിൽ ചെയ്യുന്നത്. ഇവര് മെയിനായിട്ട് ഉപയോഗിച്ചത്. ഇതിൽ പറയപ്പെടുന്നത് ഏകദേശം ഒരു 28 കൊല്ലം ഇത് ഉണ്ടാക്കാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.3 lakhs ഇതുപോലെ തന്നെ എന്താണ് കല്ലുകൾ, അത്രയും കല്ലുകൾ, പാറക്കല്ലുകൾ എന്തിട്ടുണ്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ മണ്ണ് ഇപ്പൊ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തൊരു സാധനം നമ്മൾ കാണണ്ടേ, എവിടുന്നാ കൊണ്ടുപോകുന്നു മണ്ണ്? അത് ചേച്ചിന്നല്ലേ. അങ്ങനെ എടുക്കേണ്ടി വരും. മറ്റേത് വേണ്ടേ, ഒരു പൂവ് ഈ വർഷമെങ്കിലും ഒരു ഫോട്ടോ മതി. മെയിൻ ഹൈലൈറ്റുകൾ ഒന്നിത്. ഇനി ഇതിന്റെ മുൻപ് തന്നെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. ആ മണ്ഡപത്തിലൊക്കെ ഒരു 100ഓളം നർത്തകിമാര്, ഒരു 50 ഗായകര്, 400ഓളം നർത്തകിമാര്, ഒരു 50 ഗായകര്, അതുപോലെ തന്നെ 100 കണക്കിന് ആൾക്കാർക്ക്, മറ്റുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റപ്പുകളാണ് ഇതിന്റെ മുൻപിലുള്ളത്. അപ്പൊ കുറെ എന്താ പറയാ, നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന കുറെ സാധനങ്ങൾ ശരിക്കും ഇതിൽ പഠിക്കാണ്ട്. ബദാം മിൽക്കോടെ തന്നല്ലോ. അല്ല മിക്സ് ചെയ്യുന്ന അവിടെ
തഞ്ചാവൂർ നേരം പച്ച പച്ച ഞാൻ നോക്കുമ്പോ പിന്നെ നേട്ടം കുറച്ച് പച്ചയിരുന്നു എന്ത് നാളെന്താ പറ്റില്ല സാമ്പാർ കൊഞ്ചം കൊടുക്കാം എന്താ ഒരു ഭക്ഷണം ഒരു വട ചമ്മന്തി അന്തസ് നമ്മള് പെരിയ കോവിലിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് നമ്മുടെ പാലസിലേക്കുള്ളത്. പാലസിന്റെ പോസ്റ്റാണ് നമ്മുടെ വീണ മേക്കിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തഞ്ചാവൂരിനകത്ത് വീണ നിർമ്മിക്കുന്നതാണ്. ഇപ്പൊ പ്രാദേശികമായിട്ട് ഇവര് ട്രഡീഷണൽ ആയിട്ടൊക്കെ വീണകൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. ചില ആൾക്കാരൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ചെറിയ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ കമോൺ, വിശേഷങ്ങൾ അറിയാം. ഇവര് പാരമ്പര്യമായിട്ട് തന്നെ ഇത് വീണ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വീണ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോർ റൂമാണ് ഇത് വെച്ചിട്ടുള്ള. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കുറെ വീണകള്, ചില വീണകളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ അവർ പറഞ്ഞത് തഞ്ചാവൂരിൽ നിന്നുള്ള പ്ലാവന്നെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു 3 പീസ്, 1 പീസ്, 2 പീസ്, 3 പീസ്, അങ്ങനെ മൊത്തം 3 പീസിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പൂർണ്ണമായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീണ കാണാം. കംപ്ലീറ്റ് ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് വീണകൾ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം കൊറിയർ സൗകര്യമൊക്കെ ഉണ്ട്. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നമ്പർ ഞങ്ങൾ കൊടുക്കാം. ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ സാധനം അവർ എത്തിച്ചേരും. ஸ்பெஷல் வீணா സ്പെഷ്യൽ அஷ்டலட்சுமி 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 8 லட்சுமி. ഇതേ പ്രത്യേകത എന്താ? ഫുൾ ഡീപ് carving work. കൊത്തുമണി this വീണ ജാകാന്ത സിംഗിൾ വുഡ്. ഇത് വാളിതാ, யாழி அந்த கோயில்ல டெம்பிள்ல மேல இருக்கும் அது யாழி. இது திருட அட்ஜஸ்ட் பண்றது, தந்தி அட்ஜஸ்ட் பண்றது. ഉങ്ങൾക്കും കോവിലുമായിട്ട് എന്തെങ്കിലും ഉണ്ട് கனெக்ஷன் ഉണ്ട്. എങ്ങനെയാ ബന്ധം? அது வந்து பெரிய பிக் டெம்பிள் பாத்தீங்களா இல்லையா? யூசி பேலஸ்ல ஒரு தியேட்டர் ஓடும். அதுல போனீங்கன்னா வீணை செய்யறது எல்லாம் ஃபுல்லா காட்டுவோம். அங்க ஒரு தியேட்டர் ஓடுது. ஒரு half an hourல அது போய் பாத்தீங்கன்னா டு சி தி வீணா மேனுஃபேக்சரிங், வீணா ஆர்ட் பிளேட், தஞ்சாவூர் ஆர்ட் பிளேட், தஞ்சாவூர் தலையாட்டி பொம்மை, தஞ்சாவூர் பெயிண்டிங் எல்லாம் டு சி தி. இந்த ஸ்ட்ரைட்டா போய் லெஃப்ட் திரும்பணும்னா பேலஸ். இங்க இருந்து ஸ்ட்ரைட்டா லாஸ்ட் போய் லெஃப்ட் திரும்பினீங்கன்னா பேலஸ். ஆட்டோல போனீங்கன்னா 100 rupees கப்ப. எவ்வளவு கிலோமீட்டர்? ஒரு 3/4 கிலோமீட்டர் தான். பை வாக் இல்லைன்னா ஆட்டோல போகலாம். உங்களுக்கும் இந்த பெரிய உண்டு. அதாவது ரகுநாத தொண்டைமான்ங்கிற ஒரு சோழன் காலத்துல தான் இந்த வீணையை மேனுஃபேக்சரிங் பண்ணது. ரகுநாத தொண்டைமான். அதுக்கப்புறம் ராஜராஜ சோழன், ராஜேந்திர சோழன் தான் இந்த பிக் டெம்பிளை கட்டினது. பிக் டெம்பிள் 264 ஹைட் அடி. This big temple ஓட height 264. மண்டபம் இல்லையா? ഒരുപാട് நிறைய. ஆமா, அந்த மண்டபத்துல கேப்ல ஒரு 20 feet கேப் இருக்கும். ஒரு ஆட்டோ, ஒரு பஸ் டேர்னிங் பண்ணும். அந்த அளவுக்கு ஒரு பஸ் திரும்பி வர்ற அளவுக்கு. അത് இந்த ஏரியால அந்த டைம்ல ഒരുപാട് ഗായകർ இருக்கு, സിംഗേഴ്സ്, ഒരുപാട് സിംഗേഴ്സ്, ഡാൻസേഴ്സ് ഒക്കെ இருக்கு. டான்சர்ஸ் இருக்கும். இப்ப இந்த நேரத்துல இல்ல டான்ஸ். அதாவது கலைக்கு முக்கிய தத்துவம் உள்ளது தஞ்சாவூர். விவசாயம்,
அக்ரிகல்ச்சர் டிபார்ட்மெண்ட் தஞ்சாவூர்ல இருந்தா பெஸ்ட் ரைஸ் டு கேரளா, ஹைதராபாத், பொன்னி அரிசி இந்த காவேரி நதி, காவேரி 5 ரிவர்ஸ் தஞ்சாவூர் மாவட்டத்துல. காவேரி, குடமுருட்டி கேட்டிருக்கீங்களா? வெண்ணாறு, வெட்டாறு, புதாறு, 5 ரிவர்ஸ் தஞ்சாவூர் தான். நேம் நாராயணன். எவ்வளவு வருஷமா இங்க? இது 40 years. Figure Saraswati, this swang. This Veena swang, this is Saraswati. ഇതൊക്കെ നീ കയ്യില ഉള്ളതാ? Kayal, all the work, hand work. No missionary. The one Veena, 1 month. Complete 1 month. എത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നത്? ஒரு 4 members working. ഇന്ന് ലീവ് താ? இன்னைக்கு சண்டேங்கிறதால ஒரு 11 o'clock மேல வரும். അല്ല ഇതില്ലേ ഇത് മാത്രമേ എല്ലാം വിളിക്കുക எல்லாமே கம்ப்ளீட்டா. കൂടി ഇരുപ്പോ இப்போ செய்வாங்க. 10 மணிக்கு எவ்வளவு டேஸ்? இந்த கொத்துமணி இல்லையா? இந்த கொத்துமணிக்கு எவ்வளவு டேஸ் வர்க் இருக்கு? டேஸ் ஒரு 3 days. 3 days வர்க். എത്ര രൂപ ഇതിന്? இந்த വീണക്ക് എത്ര രൂപ? இந்த வீணை வந்து 27, 30,000, 40,000, 60,000, 20,000. 25,000. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 20,000 20,000 രൂപയാണ് ഉണ്ടാവുക. പക്ഷേ ഇതേ സമയത്ത് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഇതിന് ഡബിൾ കൊടുക്കണം. 40,000 രൂപ 45,000 രൂപയൊക്കെയാണ് ഇതിൽ റേറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഏട്ടൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കും, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു വീണയുടെ ഒക്കെ ഒരു തുടക്കത്തിലുള്ളൊരു സ്റ്റേജിലുള്ളതാണ്. അപ്പോൾ കുറേ വീണകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതല്ല, നിങ്ങളുടെ വീണകളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള വീണകളാണെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ കയ്യിൽ ഇതുപോലെ തന്നെ പഴയ വീണയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, റിപ്പയർ ചെയ്ത് അവർ കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വന്ന് കാണേണ്ട, അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു വീണ മേക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലം എന്നുള്ളതാണ്. பாடியிருக்கா? இது ஏது காலத்தா தெரியுமா? ஆமா, அந்த காலத்துல 16ஆம் நூற்றாண்டா? 16ஆம் நூற்றாண்டுல இது. இதே வந்து ராஜராஜ சோழன் காலத்துக்கு முன்னாடி ரகுநாத தோண்டைமான் இருந்தார். அவர் ஆட்சி செஞ்சுட்டு இருக்கிற காலத்துல தான் வீணை வந்திருக்கா? அவர் தான் வடிவமைச்சு செய்ய சொன்னார். இது எங்க இருந்து வந்திருக்கு? அது வந்து இங்க இருந்து தயார் பண்ணதுதான். ஃபர்ஸ்ட் வீணைன்னு உற்பத்தி ஆன இடம் தஞ்சை தான். ஆமா, காவேரி உற்பத்தி ஆகுறதும் இங்கதான். தஞ்சை வந்த பேரு எங்க கிடைச்சிருக்கு? தஞ்சைங்கிறது தஞ்சை மன்னன், தஞ்சையை ஆண்ட ஒரு மன்னன் பேரு தான். ராஜராஜ சோழன் பரம்பரையில வந்திருக்கு. ராஜராஜ சோழன், ராஜேந்திர சோழன், அவருடைய பையன் பேரு ராஜேந்திர சோழன். கங்கை கொண்ட சோழபுரம் இருக்கு. கங்கை கொண்ட சோழபுரம் சென்னை பக்கம். அதே மாதிரி பிக் டெம்பிள் அங்க இருக்கு. அவட வந்து லாஸ்ட் நம்ம பிரைம் மினிஸ்டர் வந்திருந்த பிரைம் மினிஸ்டர் கங்கை கொண்ட இந்த வரமா கங்கை கொண்ட சோழபுரம் இருக்கு. இது வந்து அக்ரிகல்ச்சர் டிபார்ட்மெண்ட், விவசாய பூமி. அதனால 5 ரிவர்ஸ் தஞ்சை மாவட்டத்துல. அது வந்து காவேரி, குடமுருட்டி, புதாறு, வெட்டாறு, வெண்ணாறு, இந்த மாதிரி 5-6 நதிகளோட சங்கம. அதுக்குதான் திரு ஐயாறுன்னு, அங்கதான் திரு ஐயாறுங்கிற ஊரு இங்க இருந்து ஒரு 10 கிலோமீட்டர்ஸ்ல இருக்கு. அங்கதான் தியாகராஜசாமி வந்து கச்சேரி பண்ணி இதானது, சரணாகதி அடைஞ்சாரு. அங்கதான் சரணாகதி. ஆமா, அவர் தான் தியாகராஜசாமி தான் இசைக்கு பாட்டு எல்லாம் கர்நாடக மியூசிக்ல எழுதுனது அவர் தான். தியாகராஜசாமி கேள்விப்பட்டிருக்கேன். How many kilometers from here? அது பேலஸ் தானே. பேலஸ் சும்மா ஸ்ட்ரைட் போய் லெஃப்ட் திரும்பணும். வாக்கபிள் டிஸ்டன்ஸ் பக்கம் ஒரு 1/2 கிலோமீட்டர் இல்லன்னா பை வாக் இல்லன்னா ആട്ടോல പോണേ 100. അപ്പോൾ ഏറ്റവും പേര് കേട്ടിട്ടുള്ള തഞ്ചാവൂരിനകത്തുള്ള ഒരു വീണ മേക്കിംഗ് സെന്ററിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സോ ഇവിടുന്ന് നമുക്ക് ഇനി പോവാണെങ്കിൽ 1 കിലോമീറ്റർ അടുത്താണെങ്കിൽ മറാത്ത പാലസ് ഇതിന്റെ അടുത്തുണ്ട്. അപ്പൊ ഇത് നിൽക്കുന്ന കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തഞ്ചാവൂരിലെ സൗത്ത് മെയിൻ സ്ട്രീറ്റിനകത്താണ്. അപ്പൊ തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരത്താണുള്ളത്. നിങ്ങൾക്കൊരു ഓട്ടോയിലൊക്കെ വരികയാണെങ്കിൽ ഒരു 80 രൂപ അത്ര മാത്രമേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സ്ട്രീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രീറ്റ് കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. ഇതാണ് ആ സ്ട്രീറ്റ്. സോ എല്ലാ ആൾക്കാരും തഞ്ചാവൂരിൽ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും തന്നെ ഒന്ന് ജസ്റ്റ് വരിക, കാണുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. ഹലോ
ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തഞ്ചാവൂരിലുള്ള മറാത്ത പാലസ് ആണ്. മറാത്ത പാലസിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഈ മറാത്ത എന്ന് പറയുന്ന ഒരു വിഭാഗം തഞ്ചാവൂരിനകത്ത് നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിനകത്തൊക്കെ ഈ ഒരു പ്രദേശത്തിന്റെ പല ഭാഗങ്ങളും അവർ പിടിച്ചടക്കിയിരുന്നെങ്കിലും ഈ കൊട്ടാരവും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ മറാത്തകളുടെ കയ്യിലായിരുന്നു. സോ അടിപൊളി ഒരു സ്ഥലമാണ്. ശരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വാസ്തുവിദ്യാ സാധനങ്ങളൊക്കെ കാണുക. ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കാം. ഇതാണ് തഞ്ചാവൂരിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാലസ് എന്ന് പറയുന്നത്. മറാത്ത പാലസ് എന്നൊക്കെ അറിയപ്പെടും. പ്രധാനമായിട്ടും തഞ്ചാവൂരിലുണ്ടായിരുന്ന നായർ വിഭാഗമാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നീട് അത് മറാത്തകൾ ഇത് കൈയടക്കി. പിന്നീട് അവിടെ ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇതിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്തെങ്കിൽ പോലും ഈ കൊട്ടാരവും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ അവരായിരുന്നു, ഈ മറാത്തകളായിരുന്നു ഇത് കൺട്രോൾ ചെയ്തിരുന്നത്. സോ ശരിക്കും നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. തഞ്ചാവൂരിൽ വന്നാൽ കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ബൃഹദേശ്വരവും ഇതുമൊക്കെ ആയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഒക്കെ ഒരു വ്യത്യാസത്തിലാണ് ഉള്ളത്. ഇവിടെ കയറുന്ന സമയത്ത് നമുക്കൊരു ആൾക്ക് ഒരു 50 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഫീസ് വാങ്ങുന്നുണ്ട്. ഇതിനുള്ളിനകത്ത് മ്യൂസിയം ഉണ്ട്, അതേപോലെ തന്നെ ആർട്ട് ഗാലറികൾ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങൾ അതിന്റെ അകത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ കമോൺ ഒരു ഉള്ളത് തഞ്ചാവൂർ പാലസിലാണ്. തഞ്ചാവൂർ പാലസിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെഗാലിത്തിക് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മഹാശില കാലഘട്ടത്തിനകത്ത് അവരുടെ ശവസംസ്കാര രീതികളുണ്ടായിരുന്നു. അതിലെ ബെറിയൽസ് ഉണ്ടായിരുന്നു. ആ ബെറിയൽസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാണാൻ പറ്റുന്നത്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ബെറിയൽ സിസ്റ്റാണ്, ബെറിയലിയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നന്നങ്ങാടി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇത്തരത്തിലേക്കുള്ള ഒരു മൺപാത്രം, വലിയൊരു മൺപാത്രം. ഇതിലേക്കാണ് നമ്മുടെ ശവമൊക്കെ തന്നെ, അന്നത്തെ ഡെഡ് ബോഡിയൊക്കെ ഇതിലാണ് അടക്കം ചെയ്യുക. അതിന്റെ മുകളിലേക്കാണ് സ്മാരകങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ബറിയൽ ബേൺ എന്നുള്ളത്. ഫുഡ് എപ്പോഴുണ്ട് ഞാൻ ബിരിയാണി ഇരുന്ന് എനിക്ക് ആകെ 2 പിടിക്കുള്ളതാണ് കിട്ടിയത്. 2 പീസ് ഉണ്ടായിരുന്നു, അതിലൊരു മുട്ട ഫ്രീ ആയിരുന്നു. മട്ടൺ സ്റ്റൂ ഉണ്ട്, മട്ടൺ സ്റ്റൂ അല്ല മട്ടൺ കുഴമ്പ്. മട്ടൺ കുഴമ്പ് ടേസ്റ്റുള്ളതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ തഞ്ചാവൂരാണുള്ളത്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ട് ഒരു ഷോപ്പ് ഉണ്ട്, ജിഗർ ദണ്ഡ എന്നാണ്. അതൊരു മധുരൈ സ്പെഷ്യൽ സാധനമാണ് അല്ലേ ജിഗർ ദണ്ഡ? എന്താ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്? ജിഗർ ദണ്ഡ ആക്ച്വലി മധുരയിൽ ഒറിജിനൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇത് നമുക്കൊരു എന്താ പറയാ, ഒരു ജ്യൂസ് ടൈപ്പ്. ടേസ്റ്റി ആണോ? എത്ര ഈ ഗ്ലാസ്സിന് എത്ര വരുന്നത്? ഇത് മീഡിയം ഗ്ലാസ് ആണ്. മീഡിയം ഗ്ലാസ്സിന് ഇവിടെ 65 രൂപയാണ്. 65. അപ്പൊ ഈ ഒരു മീഡിയം ക്ലാസ്സിന് 65 രൂപയേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ പാലക്കാട്ടേക്ക് പോകും. പാലക്കാട്ടേക്ക് നമുക്കൊരു 125 രൂപ ഒരാൾക്ക് വന്നല്ലേ? ഒരാൾക്ക് ഒരു 125 പെർ ഹെഡ് വന്നു. അതിനുശേഷം പാലക്കാട് വെച്ച് നാട്ടിലേക്ക്. എല്ലാ ആൾക്കാരും നിർബന്ധമായും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. നമുക്ക് ഇനിയും വീഡിയോസ് കൂടുതലായിട്ട് വരും. സോ ബൈ എവരിവൺ. എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്.